we can move to next topic, that is electric dipole. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ, നിങ്ങൾ ഒരു രണ്ട് ചാർജസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, പ്ലസ് ക്യൂ ചാർജും അതുപോലെ ഒരു മൈനസ് ക്യൂ ചാർജും കൺസിഡർ ചെയ്യുന്നു. ഇവിടെ നോക്കിയേ, പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ ഇവർ ഈക്വൽ ചാർജസ് ആണ് അല്ലെ, ഇവരുടെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. But they are in opposite direction. Magnitude equal ആണ്, but they are in opposite direction. The distance between plus q and minus q is r. The distance between plus q charge and minus q charge is r. Okay, so അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാർജ് ഇപ്പം പ്ലസ് ക്യൂ മൈനസ് ക്യൂ ഒരേ ചാർജുകളാണ്, മാഗ്നിറ്റ്യൂഡ് സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, സെയിം മാഗ്നിറ്റ്യൂഡ്, opposite direction, opposite polarity ആണ് അല്ലെ, separated by a small distance. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ r എന്നല്ല വിളിക്കുന്നത്, ഇവിടെ നമ്മൾ വിളിക്കുന്നത് 2a എന്നാണ്. നമ്മുടെ ഡെറിവേഷൻ ഒക്കെ ചെയ്യാനുള്ള എളുപ്പത്തിനാണ് നമ്മൾ 2a എന്ന് വിളിക്കുന്നത്. സ്മോൾ ഡിസ്റ്റൻസ് 2a. charges we can easily write equal and opposite charges separated by a small distance 2a. Okay, opposite charges just write q. Equal and opposite charges separated by a small distance 2a is known as electric dipole. So രണ്ട് ഇലക്ട്രിക് ചാർജസ് ഒരേ മാഗ്നിറ്റ്യൂഡും ബട്ട് ഇൻ ഓപ്പോസിറ്റ് പൊളാരിറ്റിയുമുള്ള ഒരേ ചാർജസ് 2a എന്ന് പറയുന്ന ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ 2a എന്ന് പറയുന്ന ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, അപ്പൊ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇനി ഇലക്ട്രിക് ഡൈപോളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയി നിങ്ങൾക്ക് എക്സാംസിൽ ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഫീൽഡ് ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. ഒരു ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ, ഇലക്ട്രിക് ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നത് പഠിച്ചാലോ. അപ്പൊ എന്താണ്? ഒരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ട് അല്ലെ, നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഒരു പ്ലസ് ക്യൂ ചാർജ്, അതുപോലെ ഒരു മൈനസ് ക്യൂ ചാർജ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഡെറിവേഷൻ എന്താണെന്ന് നോക്കിയേ. ദിസ് ഈസ് ഫോർ പോയിന്റ് ഓൺ ദ ആക്സിസ്. അപ്പൊ ഈ പ്ലസ് ക്യൂ ചാർജും മൈനസ് ക്യൂ ചാർജും ഇരിക്കുന്ന ഈ ഒരു ആക്സിസിൽ, ഇതേ ആക്സിസിൽ തന്നെ ഒരു പോയിന്റ് നമ്മൾ പി കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഈ പി കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ പിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ പ്ലസ് ക്യൂ ചാർജ് കാരണം പിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, അല്ലെങ്കിൽ മൈനസ് ക്യൂ ചാർജ് കാരണം പിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പ്ലസ് ക്യൂ ചാർജ് കാരണം പ്ലസ് ക്യൂവിനും മൈനസ് ക്യൂവിനും ഇടയ്ക്കുള്ള ഇതൊരു ഡൈപോൾ ആണ്. അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2a എന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പം ഈ ഡൈപോളിൽ നിന്നും ഈ പി വരെയുള്ള ദൂരത്തെ നമ്മൾ r എന്ന് എടുത്തു. ഡൈപോളിൽ നിന്നും, ഡൈപോളിന്റെ സെന്ററിൽ നിന്നും പി വരെയുള്ള ദൂരത്തെ നമ്മൾ r എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് ക്യൂ ചാർജ് കാരണം പിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് E at P due to plus Q charge എന്തായിരിക്കും? അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. E plus Q is equal to 1/4 pi epsilon 0 Q by, ഓക്കെ, ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താ?
പ്ലസ് ക്യൂവിൽ നിന്നും പി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഇതിന്റെ സെന്റർ തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസ് ആറും ഓക്കെ ഇത് ടോട്ടൽ 2a ആണെങ്കിൽ ഇതിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും എ ആൻഡ് എ ആയിരിക്കും അല്ലെ. അപ്പം സെന്റർ തൊട്ട് പ്ലസ് ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് എ ആണല്ലേ. അപ്പം ഈ എ ആണെങ്കിൽ ഇത് ടോട്ടൽ 6 ആണെങ്കിൽ എന്തായിരിക്കും ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഈ 6ൽ നിന്നും എ എന്ന് പറയുന്ന പോർഷൻ കുറച്ചാൽ മതി, r-a ആണ് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? 1/4πε0 q/r-a the whole square. ഓക്കെ, സോ ഇനി നോക്കൂ, നെഗറ്റീവ് ചാർജ് കാരണം പിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു നെഗറ്റീവ് ചാർജ് മൈനസ് ക്യൂ കാരണം ഉണ്ടാകുന്നത് എന്താണ്? ഈ മൈനസ് ക്യൂ ഈസ് ഈക്വൽ ടു 1/4πε0 മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കിയേ, ഇവിടെ ആർ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? പി തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ആർ എന്ന് പറയുന്നത്. ദെൻ ഈ ഡിസ്റ്റൻസ് എന്താണ്? ഇത് നമ്മൾ പറഞ്ഞ ഒരു എയും കൂടി ആഡ് ആവുന്നുണ്ട് അല്ലെ. സോ ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഈ പ്ലസ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? 1/4πε0 q/r-a the whole square. ആൻഡ് ഈ p ഡ്യൂ ടു മൈനസ് ക്യൂ എന്താണ്? ഈ മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു 1/4πε0 മൈനസ് q ബൈ r പ്ലസ് a the whole square. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫീൽഡ്, ടോട്ടൽ ഫീൽഡ് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് E at P, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? E പ്ലസ് ക്യൂ പ്ലസ് ഇ മൈനസ് ക്യൂ ആയിരിക്കും അല്ലെ. എന്താ ഈ പ്ലസ് ക്യൂ എന്ന് പറയുന്നത്? നമുക്കറിയാം 1/4πε0 ദാറ്റ് ഈസ് q/r-a the whole square പ്ലസ് 1/4πε0 q/r plus a the whole square. ഓക്കെ, ഇവിടെ കോമൺ ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. എന്തൊക്കെയാ ഇവിടെ കോമൺ ആയിട്ടുള്ളത്? 1/4πε ഉണ്ട്, അതുപോലെ ക്യൂ ഉണ്ട്. നമുക്ക് ഈ കോമൺ ടേംസിനെ എല്ലാം കൂടെ വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ q/1/4πε0 1/r-a the whole square പ്ലസ് 1/r plus a the whole square എന്ന് കിട്ടുന്നു. സോ ഇവിടുത്തെ q എന്ന് പറയുന്ന മൈനസ് ആയിരുന്നു, അപ്പൊ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. E ഈസ് ഈക്വൽ ടു 1/4π q/4πε0 then 1/r-a the whole square. ഇവിടെ പ്ലസ് ആയിരുന്നു, മൈനസ് ക്യൂവിന്റെ ഒരു മൈനസ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഇവിടെ എടുത്തിട്ടു r plus a the whole square. Okay, okay, then ഇനി നമുക്ക് ഇവിടെ സിമ്പിൾ മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നോക്കി, ഈ ടേംസിനെ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. r plus a the whole square minus of r minus a the whole square whole divided by r minus a the whole square r plus a the whole square. അതെന്താണ്? a plus b into a minus b. a plus b into a minus b എന്താ? We know that a plus b into a minus b, that is a square minus b square. So ഇവിടെ a square minus b square ആണ്. So ഇവിടെ a plus b ഉണ്ട്, a minus b the whole square കൂടി വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? r square minus a square the whole square എന്ന് കൂടി വരും അല്ലെ. ഓക്കെ, then q/4πε. ഓക്കെ, എന്താ r plus a the whole square അല്ലെങ്കിൽ a plus b the whole square എന്താ? a plus b the whole square എന്താ? a square plus 2ab plus b square. അതുപോലെ a minus b the whole square എന്താ? a square minus 2ab plus b square അല്ലെ. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? സോ r square plus 2ar plus a square then minus of
ആർ സ്ക്വയർ മൈനസ് 2ar പ്ലസ് എ സ്ക്വയർ. ദെൻ ഇവിടെ നോക്കി ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അത് അവിടെ തന്നെ നിൽക്കട്ടെ, നമുക്ക് അത് ചെയ്യാം. ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് ചെയ്തേ. ക്യൂ ബൈ 4πε. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആർ സ്ക്വയറും മൈനസ് ആർ സ്ക്വയറും ക്യാൻസൽ ആവും അല്ലെ. എ സ്ക്വയറും മൈനസ് എ സ്ക്വയറും ക്യാൻസൽ ആവും. ഈ മൈനസും മൈനസും എന്താകും? പ്ലസ് ആകും. അപ്പം 2ar മൈനസ് 2ar എന്താകും? 2ar. ഈ മൈനസും മൈനസും പ്ലസ് ആകും അല്ലെ. പ്ലസ് 2ar എന്ന് പറയുന്നത് 4ar ആകും. ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും നമ്മുടെ ഇക്വേഷൻ. സോ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങോട്ട് ഒന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/4πε0 then 4aqr divided by r square minus a square the whole square എന്ന് വരും. ഇവിടെ നോക്കിയേ 4aqr നമ്മൾ ഡൈപോളിന്റെ കേസിൽ പഠിച്ചു. ഡൈപോളിന്റെ കേസിൽ നമ്മൾ ഒരു കാര്യവും കൂടെ അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാനുണ്ട്. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഡൈപോളിന്റെ ഒരു കോൺസ്റ്റന്റ് ആണ്. ഡൈപോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു കോൺസ്റ്റന്റ് ആണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഡൈപോൾ മൊമെന്റ്. ഈ ഡൈപോൾ മൊമെന്റ് P എന്ന് പറയുന്നത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് ചാർജസിന്റെ മാഗ്നിറ്റ്യൂഡ് ഇതിന്റെ ഡിസ്റ്റൻസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഡൈപോൾ മൊമെന്റ് P എന്ന് പറയുന്നത്. ഇതിന്റെ ഇക്വേഷൻ P is equal to 2aq ആണ്. ഓക്കെ, ഇതിന്റെ ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ എന്താ? 2aq. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നോക്കിയേ, ഇവിടെ 4aq ആണ് അല്ലെ. ഇപ്പൊ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ 2aq ആണെങ്കിൽ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യത്തില്ലേ? 2 into 2aq എന്ന് എഴുതത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ വരും? 1/4πε0 then 2 into 2aq. 2aq എന്താണ്? P ആണ് അല്ലെ. 2pr divided by r square minus a square the whole square എന്ന് വരും. അപ്പൊ ഇതാണ് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബേസ് ചെയ്തിട്ട് ഒരു ഡൈപോളിൽ ഉണ്ടാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് വന്നത്? E is equal to 1/4πε0 2pr by r square minus a square the whole square. E is equal to 1/4πε0 2pr divided by r square minus a square the whole square. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ കൺസിഡർ ചെയ്ത ഡൈപോൾ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഡൈപോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ ഡിസ്റ്റൻസ് 2a എന്ന് പറഞ്ഞു. ഇവിടെ ചാർജസ് പറഞ്ഞു. അതുപോലെ ഇതിന്റെ ആക്സിസിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r എന്ന് പറഞ്ഞു. അപ്പൊ ഈ r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇസ് വെരി വെരി ഗ്രേറ്റർ ദാൻ a ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഇതിന്റെ സ്മോൾ ഡിസ്റ്റൻസിനേക്കാൾ വെരി വെരി ഗ്രേറ്റർ ആണെങ്കിൽ, r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വെരി വെരി ഗ്രേറ്റർ ദാൻ a ആണെങ്കിൽ നമുക്ക് ഇതിനെ എന്തെന്ന് പറയാം? ഈ a എന്ന് പറയുന്ന ഒരു ടേമിനെ നമുക്ക് ഇവിടുന്ന് നെഗ്ലക്ട് ചെയ്ത് കളയാം. സോ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? 1/4πε0 2pr divided by ഈ ഒരു ടേം നെഗ്ലക്ട് ആയി പോകുമ്പോൾ r square the whole square എന്ന് വരും അല്ലെ. സോ ഇക്വേഷൻ 1/4πε0 2pr divided by r raised to 4 എന്ന് വരും. ഇവിടെ ഒരു ആറും ഇവിടെ ഒരു ആറും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ the equation will be is equal to 1/4πε0 2p by r3 എന്ന് വരും. ഇതായിരിക്കും നമ്മളുടെ ഒരു ഡൈപോൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന്റെ ആക്സിസിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഫ്രം എ r ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്, അതിനെയായിരുന്നു ഡൈപോൾ എന്ന് പറയുന്നത്. ഈ ഡൈപോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് ഡൈപോൾ മൊമെന്റ്, ദാറ്റ് ഈസ് P is equal to 2aq എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
ദെൻ എന്താണ് ദ ഫീൽഡ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ? ഫീൽഡ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് ഡൈപോൾ കാരണം അതിന് ചുറ്റുമുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതിൽ നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്തത് എന്താണ്? ഇലക്ട്രിക് ഡൈപോളിന്റെ അതേ ആക്സിസിൽ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ എന്താണ് ചെയ്തത്? പ്ലസ് ക്യൂ കാരണം പിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആദ്യം കണ്ടുപിടിക്കുന്നു. അതുപോലെ മൈനസ് ക്യൂ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ദെൻ അതിനെ സം ചെയ്യുന്നു. സം ചെയ്തിട്ട് എന്താണ്? നോർമൽ മാത്തമാറ്റിക്കൽ ടേമിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഓക്കെ, ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇലക്ട്രോ ഡൈപോളുമായിട്ട് ബേസ് ചെയ്തിട്ട്. ഡൈപോളിന്റെ ഇക്വിറ്റോറിയൽ പ്ലെയിനില് നമ്മളൊരു ചാർജിനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ഇക്വിറ്റോറിയൽ പോയിന്റിൽ ഒരു ചാർജിനെ പ്ലേസ് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരു പ്ലസ് ക്യൂ ചാർജിനെ നമ്മൾ എടുക്കുന്നു. അതുപോലെ നമ്മൾ ഒരു മൈനസ് ക്യൂ ചാർജിനെ എടുക്കുന്നു. ഓക്കെ, ഒരു പ്ലസ് ക്യൂ ചാർജ്, ഒരു മൈനസ് ക്യൂ ചാർജ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഇക്വിറ്റോറിയൽ പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇക്വിറ്റോറിയൽ പോയിന്റ് പ്ലസ് ക്യൂവിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ്, മൈനസ് ക്യൂവിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡൈപോളിന്റെ സെന്ററിൽ നിന്നും 2a ഡിസ്റ്റൻസ് ആയിരിക്കും. ഡൈപോളിന്റെ സെന്ററിൽ നിന്നും 2a ഡിസ്റ്റൻസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്ലസ് ക്യൂവിൽ നിന്നും ഒരു ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് ദ ചാർജ്, ദ ഫീൽഡ് ലൈൻസ് ഈസ് ഔട്ട്വേർഡ്, റേഡിയലി ഔട്ട്വേർഡ് ആണ് അല്ലെ. ഈ ഇവിടെയുള്ള പ്ലസ് ക്യൂ ചാർജ് കാരണം ഇവിടുത്തെ ഫീൽഡ് ലൈൻ റേഡിയലി ഔട്ട്വേർഡ് ആണ്. ഈ റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്. അതുപോലെ മൈനസ് ക്യൂവിലാണെങ്കിൽ എന്താ? റേഡിയലി ഇൻവേർഡ് ഡയറക്ഷനിലാണ്. റേഡിയലി ഇൻവേർഡ് ഡയറക്ഷനാണ്. ഓക്കെ, അപ്പം ഒരു ഇ എന്ന് പറയുന്ന കൺസിഡർ ചെയ്യുന്ന ഇ എന്ന് പറയുന്നത് ഒരു വെക്ടർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണന്റിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു ആംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനെ രണ്ടായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇ കോസ് തീറ്റ, ഈ പ്ലസ് ക്യൂ കോസ് തീറ്റ. ഇതെന്ന് പറയുന്നത് ഈ മൈനസ് ക്യൂ കോസ് തീറ്റയാണ്, മൈനസ് ക്യൂ സൈൻ തീറ്റയാണ്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? തീറ്റയോട് ചേർന്ന് കിടക്കുന്നത് കോസ് തീറ്റയും തീറ്റയിൽ നിന്ന് മാറിക്കിടക്കുന്നത് സൈൻ തീറ്റയുമാണ്. സോ അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഈ പ്ലസ് ക്യൂ സൈൻ തീറ്റയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്തല്ലോ. അതുപോലെ ഈ മൈനസ് ക്യൂ ചാർജിനെ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പൊ ഈ മൈനസ് ക്യൂ ചാർജിൽ രണ്ട് കമ്പോണൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഒന്ന് ഈ സെയിം ഡയറക്ഷനിലാണ്, ഒന്ന് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. ഇവിടെയും നമ്മൾ ഒരു ആംഗിൾ തീറ്റ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോഴും തീറ്റയോട് ചേർന്ന് കിടക്കുന്നത് ഈ പ്ലസ് ക്യൂ കോസ് തീറ്റയും ഈ താഴേക്കുള്ളത് ഈ മൈനസ് ക്യൂ കോസ് തീറ്റയും. സോറി, ഇത് മൈനസ് ക്യൂ കോസ് തീറ്റ, ഈ മൈനസ് ക്യൂ കോസ് തീറ്റ. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ഈ മൈനസ് ക്യൂ കാരണം ഉണ്ടാകുന്നത് ഈ മൈനസ് ക്യൂ കോസ് തീറ്റയുമാണ്. ദെൻ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ പ്ലസ് ക്യൂ സൈൻ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കമ്പോണന്റ് കൂടി ഉണ്ടാകുന്നുണ്ട്, ഈ മൈനസ് ക്യൂ സൈൻ തീറ്റ. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റ്, ഓരോ കമ്പോണന്റും സ്പ്ലിറ്റ് ആവുന്നുണ്ട്. പക്ഷെ ഒരു കമ്പോണന്റ് ഈ പ്ലസ് ക്യൂ സൈൻ തീറ്റ ഈ മൈനസ് ക്യൂ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അത് ക്യാൻസൽ ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ മിച്ചമുള്ളത് എന്താണ്? ഈ പ്ലസ് ക്യൂ കോസ് തീറ്റ ആൻഡ് ഈ മൈനസ് ക്യൂ കോസ് തീറ്റ. അതായത് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ചാർജുകൾ സെയിം ആണ്, ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ അല്ലെ. അതിന്റെ കോസ് തീറ്റ കമ്പോണന്റ് ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് കോസ് തീറ്റ എന്ന് പറയുന്നത് ഡബിൾ ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറയുന്നത് 2e പ്ലസ് കോസ് തീറ്റ, ടോട്ടൽ 2e കോസ് തീറ്റ നമുക്ക് എടുക്കാം. E is equal to 2e cos theta, 2e cos theta. ഓക്കെ, എന്താണ് 2e cos theta? E എന്താണ്? E എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. E is equal to 1/4πε0 q by r square ആണ്. എന്താണ് ഇവിടെ r square? r square എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഏതാണോ ചാർജ്, ആ ചാർജിൽ നിന്നും ഫീൽഡ് കണ്ടുപിടിക്കേണ്ട പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്.
അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആർ ആണെങ്കിൽ ഇത് ഈ എ ഇത് ആർ ആണെങ്കിൽ ഇതെന്തായിരിക്കും ഈ ഡിസ്റ്റൻസ്? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആയിരിക്കും അല്ലെ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്, ഇവിടുത്തെ ചാർജിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താ? ക്യൂ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ദിസ് ഈസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയിരിക്കും. സോ 2 into 1/4 pi epsilon 0 q by root of r square plus a square into എന്താണ് കോസ് തീറ്റ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കൺസിഡർ ചെയ്യാം, തീറ്റ. ഈ സെയിം ആംഗിൾ തന്നെയാണല്ലേ ഇത്. അപ്പൊ ഈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് തീറ്റ നമ്മൾ പഠിച്ചാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ്. എന്താണ് ഓപ്പോസിറ്റ്? ഇവിടെ ഓപ്പോസിറ്റ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ആർ എന്ന് പറയുന്ന വാല്യൂ ആണ്. എന്താണ് ഹൈപ്പോട്ന്യൂസ്? ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്ന റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെ ഹോൾ സ്ക്വയറും ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ആറ് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ആർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ, അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. ഇവിടെ ഇതിന്റെ സ്ക്വയർ ആണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, q is equal to q by root of r square plus a square the whole square എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സോ ദെൻ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ r by root of a square plus r square, a square plus r square. അങ്ങനെയാണെങ്കിൽ 2 into 1/4 pi epsilon 0 q divided by root of r square plus a square the whole square. അപ്പൊ സ്ക്വയർ ഹോൾ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ആർ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 1/4 pi epsilon 0 q by r square plus a square, r square plus a square the whole raised to 1 ഉം അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ദിസ് ഈസ് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഫോമിലല്ലേ? അതെന്താണ്? എ റേസ് ടു എം പ്ലസ് എൻ ആണ്. വിച്ച് മീൻസ് 1 plus 1/2. 1 plus 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 3/2. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും 2 1/4 pi epsilon 0. ഇവിടെ ഒരു r ഉണ്ട്. 2q r divided by r square plus a square whole raised to 3/2. Okay, then ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ദിസ് ഈസ് നോട്ട് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ്, അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ് കേട്ടോ. അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ന്യൂസ് ആകുമ്പോൾ എന്താണ് ഇക്വേഷൻ? എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ ഈ ഇക്വേഷൻ ഒന്ന് ചേഞ്ച് ആവും. എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. സോ ഇവിടെ എന്താണ്? എ ക്യു ആണ് വരുന്നത്. എ ക്യു സോ 2AQ എന്ന് വരും അല്ലെ? 2AQ. എന്താ 2AQ? 2AQ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് പി ആണ്. പി ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 എന്ന് വരും. ഇനി ഇവിടെയും നിങ്ങൾ കൺസിഡർ ചെയ്തോ, ഈ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വളരെ ചെറുത്, ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വളരെ വലുതുമാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ കണ്ടു. പി ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ആണ്. ദെൻ ഇവിടെ ആറിന്റെ വാല്യൂ
വളരെ വലുതാണെങ്കിൽ നമുക്ക് എ എന്ന് പറയുന്ന ടേമിനെ നെഗ്ലക്ട് ചെയ്യാം അല്ലെ. ദാറ്റ് ഈസ് ആർ സ്ക്വയർ റേസ് ടു 3/2 എന്ന് വരും. സോ ഇക്വേഷൻ എന്ത് വരും? ഇ ഈസ് ഈക്വൽ ടു 1/4πε0 p ബൈ ആർ സ്ക്വയർ ഈ ഒരു 2 ക്യാൻസൽ ആയി പോകും. പിന്നെന്താണ് വരുന്നത്? ആർ ക്യൂബ് എന്ന് വരും. സോ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ഇക്വിറ്റോറിയൽ പോയിന്റ് എന്ന് പറയുന്നത് എന്ത് വരും? 1/4πε0 p ബൈ ആർ ക്യൂബ് വരും. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ആക്സിയൽ നമ്മൾ പഠിച്ചത്? 1/4πε0 2p ബൈ ആർ ക്യൂബ് ആയിരുന്നു. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ആക്സിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ ആക്സിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു ഈ ഇക്വിറ്റോറിയൽ ആണ്. അപ്പൊ അതിന്റെ ആക്സിസിൽ ഉണ്ടാവുന്ന ഒരു ഡൈപോളിന്റെ ആക്സിസിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇക്വിറ്റോറിയൽ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡബിൾ ആയിരിക്കുമെന്നാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. അപ്പൊ ഈ രണ്ട് ഡെറിവേഷനും ഈ ഡൈപോൾ മൊമെന്റുമായിട്ട് അല്ലെങ്കിൽ ഡൈപോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.